കറുപ്പത്താ എനിക്ക് പിടിച്ച കളറ് ഏഹേ ഏഹേ. ഇന്ന് ഞാൻ മൊത്തത്തിൽ കറുപ്പിലാണ്. കറുത്ത വള, കറുത്ത വാച്ച്, കറുത്ത കമ്മൽ, കറുത്ത ഷർട്ട്, കറുത്ത മിഠി, മൊത്തത്തിൽ കറുപ്പിലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഷർട്ട് എൻ്റെ അല്ല കേട്ടോ. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ പുത്രൻ്റെയാണ്. അത് ഞാനങ്ങ് മെല്ലെ അടിച്ചു മാറ്റി. പുറത്തൊക്കെ പോകാൻ ഇങ്ങനത്തെ ഒരു സ്റ്റൈൽ അടിപൊളിയല്ലേ. അപ്പം ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് മുടി എങ്ങനെയൊക്കെ കെട്ടാമെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഒരു മാസ്റ്റർ പീസ് ഹെയർ സ്റ്റൈലാണ് ഞാൻ ട്രൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും ഈ ഹെയർ സ്റ്റൈൽ ഞാൻ കെട്ടിയിട്ട് പോകുന്ന സമയത്ത് റോഡ് വെട്ടിയതാണോ, സ്റ്റിച്ച് ഇട്ടതാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് എത്ര സമയം എടുക്കും, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. പക്ഷേ ഇത് വളരെ ഈസി ആയിട്ട് 5 മിനിറ്റ് പോലും വേണ്ടാതെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾ എന്താണ് ഈ പാർട്ടീഷൻ എടുക്കുന്നതിനെ പറയുക? നേരെടുക്കുക എന്നാണോ? ഞാൻ നേരെടുക്കുക എന്നാണ് പറയുക. പക്ഷേ ഇതിന് നേരെന്ന് പറയാൻ പറ്റില്ലല്ലോ, ഇത് വളഞ്ഞല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഈ വളച്ചിൽ ഞാൻ എടുത്തിട്ട് നല്ല സ്റ്റൈലായിട്ടിരിക്കും. ഒരു ഫ്രീക്ക് ലുക്കാണിത്. ശരിക്കും നമുക്ക് ഈ മുടി ഒന്നുകൂടെ ഫ്രണ്ടിലേക്കും കൂടെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് സ്റ്റൈൽ ലുക്ക് തന്നെയാണ്. മിഡിയുടെയും ജീൻസിൻ്റെയും ഫ്രോക്കിൻ്റെയും കൂടെ അടിപൊളിയാണ് ഈ ലുക്ക്. അപ്പം ഞാൻ ഈ ലുക്ക് കണ്ടിട്ട് എന്നെ തന്നെ ഭയങ്കര ക്യൂട്ടാണെന്ന് തെറ്റിദ്ധരിച്ച് ക്യാമറ നോക്കി ഒരുപാട് കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു ഡാൻസ് കൂടെ കളിക്കുന്നുണ്ട്. അത് ഏത് പാട്ടാണെന്ന് മനസ്സിലായവർ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ അത് ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കളിക്കണം എന്നുണ്ടായിരുന്നു, സമയം കിട്ടാത്തതുകൊണ്ട് ഞാനത് കളിച്ചില്ല. അടുത്ത ഒരു ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് അതിലും ഈസി ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. തല ഒരു സൈഡിലേക്ക് നീക്കി വെക്കുക, അതിനുശേഷം മുടി ഒന്ന് ചീവുക, ഒരു ബണ്ണെടുക്കുക, സൈഡിലങ്ങ് കെട്ടി സെക്യൂർ ചെയ്യുക. അത്രയേ ഉള്ളൂ, റെഡി. ഇനി വേണമെങ്കിൽ കുറച്ച് മുടിയെടുത്ത് സൈഡിലേക്ക് നമുക്ക് ഓപ്പൺ ആയിട്ട് ഇടാം. അപ്പോൾ കുറച്ച് സ്റ്റൈൽ കൂടും. അടുത്തതായിട്ട് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് ഋഷ്യശൃംഗൻ അഥവാ മുനികുമാരി എന്ന ഹെയർ സ്റ്റൈലാണ്. അതും വളരെ ക്യൂട്ടാണ്. പക്ഷെ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഈ മുടിക്കെട്ടും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ ആളുകൾ കളിയാക്കും എന്നുള്ളതൊരു വേറെ വശം. പക്ഷേ എനിക്ക് ആ സ്റ്റൈൽ ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾ കാണുന്ന ആളുകൾ യങ്സ്റ്റേഴ്സാണ്, സ്കൂൾ ഗോയിങ് ഗേൾസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ സ്റ്റൈൽ തന്നെയാണ്. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് കമ്മൽ മാറ്റുന്നുണ്ട്. ഒരു ചെറിയ പേളിൻ്റെ കമ്മലിട്ട് ഒന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കുന്നുണ്ട്. അത് കുറച്ചുകൂടെ നന്നായിട്ടുണ്ട്. കുറച്ച് സ്പ്രേ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സുഗന്ധപൂരിതമാകും. നമ്മുടെ അന്തരംഗം സുഗന്ധപൂരിതമല്ലെങ്കിലും ഔട്ട് ഭയങ്കര സുഗന്ധമായിരിക്കും. അത് നമുക്കൊരു പോസിറ്റീവ് എനർജി തരും. പിന്നെ അവസാനം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു പോണിറ്റെയിൽ ഇല്ലാതെ എന്തൊരു സ്റ്റൈലിങ്ങാണ് ഉള്ളത്. അപ്പോൾ ഒരു പോണിറ്റെയിലും കെട്ടി അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ മുടി പറിച്ച് വലിച്ചിട്ട് അതിനൊന്ന് മെസ്സി ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകാനായിട്ട് ഇതാ റെഡി ആവുകയാണ്. പോകാൻ വരട്ടെ. ഒരു സ്റ്റൈലും കൂടെ ബാക്കിയുണ്ട്. അത് ഹസ്ബൻഡിൻ്റെ ഷർട്ട് വെച്ച് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. അതായത് ഹെയറൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. ഇനി ഷർട്ടൊന്ന് മാറ്റിയിട്ട് വരാം എന്നാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഷർട്ട് മാറ്റിയിട്ടുണ്ട്. മാറ്റിയപ്പോൾ എങ്ങനെയുണ്ട് എന്നൊന്ന് പറയണേ. എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമായത് ഇതാണ്. കുറച്ച് തടി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കാണാം. ബൈ ബൈ.